രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടും. ഞാൻ സ്നേഹത്തോടു കൂടി ഓരോ സമയം പ്രചരണത്തിൽ ഓരോരുത്തരോടും പെരുമാറുന്നത് കൊണ്ട് അവരെനിക്ക് അത്രയും ആത്മവിശ്വാസം തരുന്നു. അവരെൻ്റെ ഒപ്പം നിൽക്കുന്നു. ഓരോ BJP-യിലെയും 2020 പ്രവർത്തകര് എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ മാറിക്കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അവർക്ക് വിഷമാണ്, ഇനി 4 ദിവസമേ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. എല്ലാവർക്കും താമര എന്നുള്ള ചിഹ്നം മാറിയത് കൊണ്ടായിരിക്കാം, ചക്ക ചിഹ്നം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നീരസം ഉണ്ടായിരിക്കാം. താമര തന്നെയാണ് ചക്ക, തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കോർഡിനേഷനും ഒരു ലീഡർഷിപ്പ് റോൾ എനിക്ക് ചെറുതിലേ മുതലുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ എപ്പോഴും തോളത്തെട്ടിട്ട് പറയും, മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. എപ്പോഴും പറയണ ഡയലോഗ്. ഒക്കെ രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്, ഇവിടെ മന്ത്രിയാവുന്ന. ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. പിന്നെ അത് തുടർച്ചയായിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മന്ത്രിയാവും, എന്നെ കളിയാക്കുക അച്ഛൻ. ഞാൻ വികസനത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കാം, 2 ഡയലോഗ് അടിക്കാന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ പറയണ, മക്കളെ നമുക്ക് വികസനം അല്ല, വെള്ളമില്ല കുടിക്കാൻ, റോഡില്ല ഒന്ന് യാത്ര ചെയ്യാൻ, ഇങ്ങനൊരു 1008 പ്രശ്നങ്ങൾ. അപ്പൊ എവിടെയായിരുന്നു ഈ ഭരിച്ച ആൾക്കാരൊക്കെ? അപ്പൊ ഇതെല്ലാം നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കാൻ ഞാൻ ഇറങ്ങാൻ റെഡിയാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. പേര് മാറ്റൽ ആ ഒരു നിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നു. അഞ്ജലി നായർ എന്നാണ് എന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ബാലറ്റിൽ വെച്ച് തരണം, അതുപോലെയാണ് നമ്മൾ പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുകയും അതിലൊരു കോൺട്രവേഴ്സി ഉണ്ടായി. ഞാൻ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നായർ വാലെടുത്തിട്ടത് അഞ്ജലിയുടെ കൂടെ. അഞ്ജലി PV എന്ന് മാറ്റി നായർ വോട്ടുകൾ, ഒരു വോട്ട് ബേസ് പിടിക്കാൻ വേണ്ടിയിട്ട് വർഗീയതാന്ന് പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് അതിന് അറ്റാക്കിങ് ഉണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് റിട്ടേണിംഗ് ഓഫീസറിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം നിസ്സാരമായ പേപ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് NDA കാൻഡിഡേറ്റ്, സെലിബ്രിറ്റി കാൻഡിഡേറ്റ്, ഇതിനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആണ്, ഞങ്ങളുടെ സ്വന്തം അഞ്ജലി നായർ. ഹലോ അഞ്ജലി. അഞ്ജലിനെ ഇത് ലാസ്റ്റ് ഞാൻ പോയി കാണുമ്പോഴും വീട്ടിലിരുന്ന് കാണുമ്പോഴും ഒരിക്കലും അഞ്ജലിയോട് ഇത്ര പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെന്നുള്ളൊരു സംഭവം. അയ്യോ, അറിഞ്ഞില്ല. ഇതങ്ങനെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നിന്നും മറ്റുമൊക്കെ കോളുകൾ വന്നപ്പം, ഇങ്ങനൊരു കാര്യം പറഞ്ഞു വന്നപ്പോ ഞാൻ ആദ്യം ഹസ്ബൻഡോട് പറഞ്ഞു, എന്തോ ഫ്രോഡ്ലൈൻ കോളാ തോന്നുന്നുണ്ട്, ഇലക്ഷനൊക്കെ അടുത്തില്ലേ, ഇങ്ങനെയൊക്കെ എന്നെ വിളിച്ച് പറ്റിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കെ. ഞാൻ പിന്നെ ഓക്കെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ തുടർച്ചയായി കോളുകൾ വരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ട് ഇതിന്റെ ഇടയിൽ, എന്തിനാ എന്നെ പിടിച്ച് ഇതിനകത്ത് ഇട്ടേന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ നോക്കിയപ്പം സാബു സാറിന്റെ ഒരു മീറ്റിംഗ് കോള് വരുന്നു. ഞാൻ പറഞ്ഞു പോയി നോക്കാം, എന്താ പറയണേ നോക്കാം, എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഹസ്ബൻഡും പറഞ്ഞു കിട്ടിയതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അത് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് വേണോ വേണ്ടാന്ന് വെക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോഴാണ് ഈ BJP 2020 ഒക്കെ ഒരുമിച്ചായ കഥകളും 2020യെ കുറിച്ച് കൂടുതൽ ഒഫീഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, എവിടെയോ ഇരുന്ന ഞാൻ ഇതിന് നിയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പെരുമ്പാവൂർ മണ്ഡലം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അച്ഛന് സുഖമില്ല, കുട്ടികൾ ചെറുതാണ്, അപ്പൊ പെരുമ്പാവൂർ മണ്ഡലം ഒന്നും ചിന്തിക്കാൻ പറ്റില്ല പ്രചരണത്തിന് പോലും. പിന്നീട് എന്തെങ്കിലും ഭാഗ്യവശാൽ വിജയിച്ചാൽ അവിടെ പോയി മാറൽ നിൽക്കലോ ഒന്നും നടക്കില്ല. അങ്ങനെ ഇത് വിട്ട കേസാണ്. പിന്നെ വീണ്ടും സാബു സാറിന്റെ ടീം എല്ലാവരോടും വിളിച്ചിട്ട് പറഞ്ഞു തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറഞ്ഞപ്പം ഞാൻ ജനിച്ച സ്ഥലം, പഠിച്ച സ്ഥലം, എൻ്റെ അച്ഛനാണ് തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രേശ്വരൻ അമ്പലത്തിന്റെ മേലെ ഗോപുരത്തിലെ ഫുൾ ചിത്രപ്പണി വരച്ചുണ്ടാക്കിയത് അച്ഛനാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ കളിയാണ്. കാരണം എവിടെയോ ഇരുന്ന് ഒരു ബന്ധവുമില്ലാത്ത ഞാൻ എന്നെ പിടിച്ചതില് ഇങ്ങനൊരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ട് നീട്ടി സ്വീകരിച്ചു. പ്രസ് റിലീസിന്റെ കുറച്ച് മുമ്പാണ് ഇതൊക്കെ അറിയണത്. പിന്നെ ഫോൺ നിലച്ചിട്ടില്ല പറഞ്ഞ. ഇന്നെല്ലാം അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോവുമായിരുന്നു. പക്ഷെ
ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും അല്ലെങ്കിൽ വെറുതെ കളിക്ക് പോലും നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു സംസാരം പോയിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിലേ മുതൽ ഈ പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറ തറവാടാണെങ്കിലും അവിടെ സർപ്പക്കാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി വാടക വീടുകളിലായിട്ടാണ് ചെറുപ്പം മുതലേ ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 10, 23, 24 വാടക വീടുകളിൽ ഒരു പ്രായം വരെ നിന്നിട്ടുണ്ട്. ഉം. അപ്പം അങ്ങനെ നിന്ന സ്ഥലങ്ങളിലൊക്കെ തെക്കാണെങ്കിലും വടക്കാണെങ്കിലും കിഴക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും ഒരു 30 വീടെങ്കിലും എനിക്ക് പരിചയം ഉണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കില്ല, ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് എല്ലാ തലവേദനകളും എടുത്ത് തലയിൽ വെക്കും. എല്ലാവരുടെയും വീട്ടിൽ പോയാൽ എല്ലാത്തിനും പിള്ളേരൊക്കെ ഒരു സ്ഥലത്ത് റൂമിൽ അടച്ചിരുന്ന് സംസാരിക്കുമെങ്കിലും ടി വി കണ്ടിരിക്കുമെങ്കിലും ഞാൻ ഉണ്ടാവുക പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഒന്നെങ്കിൽ അടുക്കളയിൽ, അല്ലെങ്കിൽ പ്രായമുള്ള അച്ഛന്മാരുടെ കൂടെ വെളിയിൽ മുറ്റത്തിരുന്ന് അവരുടെ കൊച്ചു വർത്താനങ്ങളിൽ അങ്ങനത്തെ ഒരാളാണ്. ഉം. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കോർഡിനേഷനും ഒരു ലീഡർഷിപ്പ് റോൾ എനിക്ക് ചെറുതിലേ മുതലുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും, മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ്, അവൾക്ക് രാഷ്ട്രീയത്തിൽ ഭയങ്കര ഭാവിയാണ്, ഇവള് മന്ത്രിയാവുന്ന. ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. പിന്നെ അത് തുടർച്ചയായിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയാവും, എന്നെ കളിയാക്കുക അച്ഛൻ. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിച്ച, അച്ഛൻ അതൊരു മാനിഫെസ്റ്റേഷൻ പോലെ ചെയ്തത് കൊണ്ടാണോ, ഉള്ളിൽ അത്രയും എവിടെയെങ്കിലും അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഇതൊന്നും ഞങ്ങൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇത് വന്നപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നേ. അപ്പോൾ ഞാൻ പിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തു. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ഇതിൽ നിൽപ്പുണ്ട്. പക്ഷെ എനിക്കറിയാവുന്ന അഞ്ജലി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. അഞ്ജലി ഉറച്ചൊന്ന് സംസാരിക്കണ പോലും നമുക്കൊക്കെ എനിക്ക് എത്രയോ നന്നായിട്ട് അറിയാം. ഒന്നും ഉറക്കെ സംസാരിക്കണ പോലും കാണാറില്ല. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. നമ്മൾ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടെ ഉറച്ച് സംസാരിക്കണം. അതെ നമ്മുടെ ശബ്ദം എത്രയോ ജനങ്ങളിലേക്ക് എത്തണം, അല്ലേ? അതെ. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ അഞ്ജലി അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഒരുപക്ഷെ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു കഴിവായോണ്ടായിരിക്കാം. സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് ഒന്നും തന്നെ സിനിമയെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ 17 വർഷം എന്നുള്ള ഒരു കാലയളവ് ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പോലീസായാലും ജഡ്ജി ആയാലും വക്കീലായാലും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രാഷ്ട്രീയക്കാരി എന്ന ഒരു റോൾ എടുത്തതിന് ശേഷം ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഓരോ ദിവസവും പല വേദികളിൽ പ്രസംഗം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ പ്രവർത്തകർ വന്ന് എത്ര നന്നായാ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി, ഞാൻ തന്നെയാണോ? എനിക്കറിയില്ല. ഇപ്പൊ മീഡിയക്കാർ വരുമ്പോഴും ഞാൻ സംസാരിക്കുമ്പം എന്നോട് അവർ ചോദിച്ചിട്ടുണ്ട്, വിനയ അഭിനയിക്കുകയാണോ, രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് ഭക്തിയുടെ പേരിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ജയം പിടിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോ പറയുന്ന ഉത്തരം, നിങ്ങൾ എൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഇന്റർവ്യൂസ് കണ്ടാൽ മതി. ഞാൻ എത്രത്തോളം ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്നും, അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് വിനയം എത്രത്തോളം എനിക്കുണ്ട് എന്നുള്ളത് എൻ്റെ ക്യാരക്ടറാണ്. എന്നെ എല്ലാവരും അമ്മു എന്നാണ് അതുകൊണ്ട് തന്നെ വിളിക്കുക. പ്രൊഫഷണലി പോലും എന്നെ എല്ലാവരും അത്രത്തോളം അവരുടെ വീട്ടിലൊരാളായതുകൊണ്ട് ഞാൻ അമ്മു ആയിട്ടാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത്. അപ്പം അത് എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് എനിക്കത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ എന്താണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടും. ഞാൻ സ്നേഹത്തോടു കൂടി ഓരോ സമയം പ്രചരണത്തിൽ ഓരോരുത്തരോടും പെരുമാറുന്നത് കൊണ്ട് അവരെനിക്ക് അത്രയും ആത്മവിശ്വാസം തരുന്നു, അവരെൻ്റെ ഒപ്പം നിൽക്കുന്നു. ഓരോ BJP-യിലെയും 2020 പ്രവർത്തകർ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ മാറിക്കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അവർക്ക് വിഷമമാണ്, ഇനി 4 ദിവസമേ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. അഞ്ജലിക്കില്ലേ ആ വിഷമം? തീർച്ചയായിട്ടും. ഞാൻ പറയാ, ഞങ്ങൾ പരസ്പരം സംസാരിച്ച ഒരു വിഷയത്തെ പറ്റി പറയാണ്. എനിക്ക് കുറെ കുടുംബങ്ങൾ ഒറ്റയടിക്കുണ്ടായി. ഒരു സൈഡിൽ നിന്ന് വെള്ളം തരുന്നു, ഒരു സൈഡിൽ നിന്ന് മധുരപലഹാരം തരുന്നു, ഒരു സൈഡിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് എന്നെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്, അൾട്ടിമേറ്റ്ലി അവർ പാർട്ടിയുടെ വിജയമാണ് കാണുന്നതെങ്കിലും ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നൊരു കാര്യം, ഇത് ഞങ്ങൾക്ക് മോളോട് തോന്നിയൊരു ഇഷ്ടമാണ്. നമ്മുടെ ഈ പ്രചരണത്തിന് പോലും നമ്മൾ സർവ്വകാല റെക്കോർഡൊക്കെ അടിച്ചിട്ട് നിൽക്കുകയാണ്. അത്രത്തോളം നമ്മളെല്ലാവരും അഞ്ജലി നിന്ന പോലെ പ്രവർത്തകർ, ചേച്ചിമാരായാലും അമ്മമാരായാലും ഉറക്കമുളച്ച് രാത്രി 11:30 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോയ അമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ വീട്ടിൽ നിന്ന് പകൽ സമയത്ത് പോലും 10 മിനിറ്റ് മാറി നിന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം നമുക്കറിയാം. വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ അല്ലെങ്കിൽ മക്കളുടെ, അവരൊക്കെ രാത്രി 11 മണിക്ക് ശേഷം പോസ്റ്റർ പോലും ഒട്ടിക്കാൻ ഇറങ്ങിയ ആൾക്കാരാ. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നിൽക്കുന്നത് അനുസരിച്ചിട്ടാണ് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ.
ഇത്രയും ജനങ്ങള് ഞാൻ പോകുമ്പോ പോലും വോട്ട് ചോദിച്ചു പോയാൽ അവരാദ്യം പറയാ 10 പ്രശ്നങ്ങളാണ് അവിടെയുള്ള. അത് അവർ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാളെ ഒരു പക്ഷെ എന്റെ പേരായിരിക്കും 4-ാം തീയതി ഉയരുക എന്ന് അവര് വിശ്വസിക്കുന്നു. അപ്പൊ ആ വിശ്വാസത്തിന് മത്സരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ നിൽക്കേണ്ട ഒരു ഉത്തമ ബോധ്യമുണ്ട് അവരോട് എങ്ങനെയാണെന്ന്. അത് ഞാൻ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കണേ. പക്ഷെ അഞ്ജലി, ഇപ്പം ഏതൊരു സെലിബ്രിറ്റിക്ക് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിട്ടുള്ള ട്രോളുകൾ വരുമ്പോഴും, നമ്മളെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകൾ വരുമ്പോഴും ഒരല്പം വേദനയും ഒരു വിഷമവും ഉണ്ടാവും. എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണേ എന്നുള്ളൊരു വേദനയിലുണ്ടാവും. അഞ്ജലിക്ക് അങ്ങനെ ഒന്നും വിഷമം ഇല്ല, കാരണം തോന്നിയിട്ടില്ലേ? മോദിജീനെ വരെ എന്തൊക്കെയാ പറയണേ, അത്രയൊന്നും ഞാൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ എത്രയോ പേര്, സുരേഷ് ചേട്ടൻ അടക്കം എത്രയോ പേര് ദിനം പ്രതി നമ്മൾ കാണുന്നു ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികളെ തന്നെ എന്തോരം പേര് എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു, ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇത്രയും ഈ ഭൂമിയുടെ ഒരു ഒരു കോണിലൊരു ഒരു ചെറിയ ഒരു എലിമെന്റ് എന്ന് പോലും പറയാൻ പറ്റില്ല. ആ എന്നെ പറയുന്നതിന് ഞാൻ എന്തിനാ ബാധിക്കുന്നത്? അഞ്ജലി കാണുന്നുണ്ട് ഈ ട്രോളുകളൊക്കെ? എല്ലാം കാണാറുണ്ട്. ഒരുവിധം ഞാൻ മാക്സിമം സ്ക്രോൾ ചെയ്ത് നോക്കാറുണ്ട്. കാണുന്നുണ്ട്. സമയം കിട്ടിയ കമന്റുകളിലേക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിതിൽ വന്നത്. വിളിച്ചാൽ വന്നത് വലിയൊരു കാര്യത്തിലേക്കാണ്. അതിന് ഒരുപാട് കടമകൾ കടക്കാനുണ്ടെന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല. ഇപ്പൊ അഞ്ജലി തന്നെ ആ ട്രോളിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ താമര തന്നെയാണല്ലോ ചക്ക, ചക്ക തന്നെയാണല്ലോ താമര, ചക്ക തുറന്നാൽ നിങ്ങൾ കാണുന്ന സി അവിടം വെച്ച് മാത്രം വെച്ചിട്ടാണ് ഇത് അഞ്ജലി പറഞ്ഞതായിട്ടാണ് ഞങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കും അഞ്ജലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് അഞ്ജലിക്ക് ഒരു പക്ഷെ ഐ മീൻ അഞ്ജലിക്ക് ഫാക്ട് അറിയാം, അഞ്ജലി ബോധേഡ് അല്ല. പക്ഷെ അഞ്ജലിയുടെ വീട്ടുകാര് അവരിത് കാണുമ്പോൾ അഞ്ജലിയുടെ നീ എന്തൊക്കെ ഈ പറയണത്, നിനക്ക് അറിഞ്ഞൂടി ഇങ്ങനെയൊക്കെ പറയണത് മണ്ടത്തരങ്ങളാണ്, അല്ലെങ്കിൽ നിന്നെ ട്രോളും, അങ്ങനെ ഹസ്ബൻഡോ അല്ലെ വീട്ടിൽ ആരെങ്കിലുമോ അവര് ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഹസ്ബൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പുള്ളിക്ക് അറിയാലോ നെഗറ്റീവ് ട്രോൾസ് വരും. പ്രിപ്പയർഡ് ആയിരുന്നു ഞങ്ങള്. വീട്ടിൽ അമ്മ ഇങ്ങനെ ചോദിക്കും, ഞാൻ എന്തെങ്കിലും രണ്ട് പറയണോ? ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, അത് വിട്ടേര് നല്ല രീതിയിൽ പറയും. ആവണിയും ചോദിക്കും, മോളും ചോദിക്കും, അമ്മേനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ നീ അത് എൻജോയ് ചെയ്യുന്ന ആസ്പെക്ടിൽ നോക്കി നോക്ക്. എത്ര പേരെ എത്ര രീതിയിൽ ട്രോൾ ചെയ്യും. നമ്മളിപ്പോ അത്രയും ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ അത് ശ്രദ്ധേയമാവുന്നത്. അങ്ങനെ കണ്ടു വന്നപ്പോ അവളിപ്പോ അതിനെ കൂളായിട്ട് എടുക്കാൻ തുടങ്ങി. വേറെ ആരും അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇല്ല. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംസാര വിഷയം വന്നിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഞാൻ എത്ര വലിയൊരു ടാസ്ക് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയാം. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല എന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അതിനെപ്പറ്റി ബോധേഡല്ല. ഇപ്പൊ ഈ ക്യാമ്പയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞ സിനിമാ നടിയോട് എല്ലാവർക്കും തോന്നുന്ന ഒരു ഇഷ്ടമായിക്കോട്ടെ, അങ്ങനെയാണോ അവിടെ വരുന്നത്? അതോ ഒരു NDAയുടെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണോ അഞ്ജലിക്ക് കൂടുതൽ എല്ലായിടത്തും ഒരു വെൽക്കമിങ് കിട്ടുന്നത്? എങ്ങനെ? എനിക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസുകളും ഞാൻ ചെയ്ത ഒരാളാണ്. NDA കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലും എൻ്റെ പെരുമാറ്റ രീതിയിലും ഞാൻ സിനിമ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും, തൃപ്പൂണിത്തുറയിലെ ഗിരിധരന്റെ മകളോട് കാണിക്കുന്ന സ്നേഹം, തൃപ്പൂണിത്തുറയിലെ അമ്മിണിയമ്മയോടും KG നായരുടെ കൊച്ചുമകളോട് കാണിക്കുന്ന ഒരു സ്നേഹം, പഠിച്ച കോളേജിലെ ടീച്ചർമാർ കുട്ടികൾ തൻ്റെ ക്ലാസ്മേറ്റിനോട് കാണിക്കുന്ന അത്തരത്തിലുള്ള സ്നേഹം, അങ്ങനെ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സിനിമയില് അഞ്ജലി അഭിനയിക്കാൻ പോകുമ്പോൾ സെറ്റിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷെ അവിടെ ആരാധകർ ഓടിയെത്തും, നിങ്ങളടുത്ത് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് ചെയ്യിക്കും, എന്നിട്ട് അങ്ങ് പോകും. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അഞ്ജലിക്ക് അഞ്ജലിതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, ഒറ്റയ്ക്ക് പോണു വരുന്നു. പക്ഷെ ഇപ്പോ പ്രചരണത്തിനായിട്ട് പോകുമ്പോൾ അഞ്ജലി ഒറ്റയ്ക്കല്ല, കൂടെ 1-2 പേരല്ല, നിറഞ്ഞ ആൾക്കാരായിട്ടാണ്. അഞ്ജലി ഏത് സമയവും ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടും കൂടെ ഒരു ഇതൊക്കെ ലൈഫില് ശരിക്കും അതൊക്കെ ഒരു എൻജോയ് ചെയ്ത് പോണ ഒരു പ്രോസസ്സും കൂടി ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കിട്ടുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ എന്താ പറയാ, വലിയ വലിയ പ്രവർത്തകർ തന്നെ തൃപ്പൂണിത്തുറയുടെ മണ്ണിനെ അറിഞ്ഞ് നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതും പാർട്ടിയിലെ ഏറ്റവും വലിയ മുഖ്യധാര പ്രവർത്തകരൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ കേൾക്കാൻ ഭാഗ്യമുള്ളവളാണോ, അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് കേൾക്കാനുള്ളൊരു യോഗ്യതയുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ഒരുപാട് ആവർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഈ പറഞ്ഞ പോലെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഭയങ്കര ബ്ലെസ്ഡ് ആണ്.
ഒന്നും പറയാനില്ല. അത് എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. ഓക്കെ. ഇപ്പൊ അഞ്ജലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ വന്നിരിക്കുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പേരിലുള്ള ഒന്നാണ് അല്ലെ. അഞ്ജലി നായർ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ഫ്ലെക്സിലും അങ്ങനെ വന്നു. പക്ഷെ ഇപ്പം കോടതിയുടെ ഇതില് അഞ്ജലി PV എന്നുള്ളത് അഞ്ജലി നായർ എന്നുള്ള രീതിയിൽ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അതിനകത്ത് എന്തൊക്കെയോ ബാക്കി. അതെ, എന്താണ് അതെ. ഇപ്പൊ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ? എന്താണ്, എങ്ങനെയാ വന്ന് നിൽക്കുന്നത്? ഫൈനൽ ഡിസിഷൻ അഞ്ജലി PV എന്ന് തന്നെ പോണം എന്നുള്ള ആണോ? രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓ. നമ്മള് പത്രിക സമർപ്പിക്കുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു പേജാണ് ഈ പേര് മാറ്റൽ. ആ ഒരു നിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നു. ഉം. അഞ്ജലി നായർ എന്നാണ് എന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ബാലറ്റിൽ വെച്ച് തരണം, അതുപോലെയാണ് നമ്മൾ പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുകയും അതിലൊരു കോൺട്രവേഴ്സി ഉണ്ടായി. ഞാൻ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നായർ വാലെടുത്തിട്ടത് അഞ്ജലിയുടെ കൂടെ. അഞ്ജലി ഓ. PV എന്ന് മാറ്റി നായർ വോട്ടുകൾ, ഒരു വോട്ട് ബേസ് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വർഗീയതാന്നും പറഞ്ഞു വർഗീയത എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് അതിന് അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളത് കാര്യമാക്കിയില്ല. കാരണം യൂട്യൂബിൽ പോലും എത്രയോ വർഷം മുന്നേ ഉള്ള അത് മുതലേ സ്ക്രീൻ നെയിം ഒക്കെ അഞ്ജലി നായർന്നാണ്. അപ്പൊ അത് ഞങ്ങൾ ഇഗ്നോർ ചെയ്തു. അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. കോടതിയിൽ നിന്ന് വൻ പോസിറ്റീവ് ആയിട്ടുള്ള, എന്തുകൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നേരെ മറിച്ച് റിട്ടേണിംഗ് ഓഫീസറിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം നിസ്സാരമായ പേപ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിന്റെ പുറകെ അധികം ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തത് കൊണ്ടും അവിടെ എന്ത് നടന്നു നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മളത് കേസായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. പിന്നീട് അവരുടെ മുമ്പിൽ നമ്മൾ വക്കീലായിട്ട് പോയപ്പോഴും നമ്മൾ ആ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് കാണിക്കുകയും അവിടെ എവിഡൻസുകളൊക്കെ കാണിക്കുകയും ചെയ്തപ്പോഴും അവർ കൺവിൻസ്ഡ് ആയിരുന്നു ആ സമയത്ത്. റിസൾട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പറയാന്ന് പറഞ്ഞ് നമ്മൾ പ്രചരണമായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് റിസൾട്ട് നോ ആണ് എന്ന് പറഞ്ഞ് പിന്നെയും വരുന്നത്. അതെന്താണ് അതിൻ്റെ ഇടയിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആ 2 ദിവസം കിട്ടിയ എല്ലാ മെയിൻ ചാനൽസിന്റെയും ടോപ്പ് ഹെഡ്ലൈൻ ന്യൂസും ബ്രേക്കിംഗ് ന്യൂസും എൻ്റെ പേരിനെ കുറിച്ചിട്ടായിരുന്നു. ഈ പറയുന്ന പ്രചരണത്തിൽ നടക്കുന്ന ഓരോ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ആദ്യം ചോദിച്ചത് പേരിന്റെ കൺഫ്യൂഷൻ മാറിയോ എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ സമയം കൊണ്ട് തന്നെ മനസ്സിലായി അഞ്ജലി നായർ അഞ്ജലി PV രണ്ടും ഞാൻ തന്നെ ഒന്നാണെന്നുള്ളത് മനസ്സിലായി. അവിടെയും ആ ശക്തി കളിച്ചു എന്നുള്ളതാണ്. പിന്നെ അഞ്ജലി എന്നുള്ളത് ഞാൻ മാത്രമേ ഒരു വനിതയുള്ളൂ ഇലക്ഷനിൽ. അതും ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ആ പേരും ആ ചിഹ്നവും സ്റ്റാമ്പായി മനസ്സിൽ. ഇനി അത് അവരെ കൺവേർട്ട് ചെയ്താൽ മതി വോട്ടായിട്ട്. അഞ്ജലിക്ക് ഇത്രയും നാളും വോട്ട് നിരന്തരം പറ്റിയ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ആദർശം, പൊളിറ്റിക്സ് അത് ഉണ്ടായിരുന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്സ് എന്താ പറയാ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സിന്റെ ഗെയിം അതിലേക്കൊന്നും ഞാൻ ഇറങ്ങി ചെന്നിരുന്നില്ല. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോംലി ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിയിരിക്കാനോ കുട്ടികളുടെ കാര്യം നോക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇൻവോൾവ് ആയിരിക്കുന്ന എന്റെ ബിസിനസ് കാര്യങ്ങൾ, അങ്ങനെ അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു. ഇപ്പൊ ഇതിൽ വന്നതിന് ശേഷം രാവിലെ 6 മണി മുതൽ 10 മണി വരെ എല്ലാവരുടെയും കൂടി ഇരിക്കുന്നത് കൊണ്ടും പല കാര്യങ്ങൾ എനിക്ക് റെഫറൻസ് എടുക്കാനും പറ്റാതെ വരുന്നു. ഈ 9-ാം തീയതിക്ക് ശേഷം ആ റെഫറൻസുകൾ എനിക്ക് എടുക്കണം. കാരണം 4-ാം തീയതി എൻ്റെ വിജയമാണെന്ന് 101% തൃപ്പൂണിത്തുറയിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം സത്യമാവുമെന്നുള്ളത് കൊണ്ട് എനിക്കത് അതിനുവേണ്ടി വർക്ക് ചെയ്തേ പറ്റൂ. ഇതിലേക്ക് ഇറങ്ങിയപ്പം ഒരു പൊളിറ്റീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട അല്ലെ ചെയ്യേണ്ട കുറച്ച് ഇതായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഉപദേശമോ അത് ആരുടെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയിട്ടാണോ അഞ്ജലി ഇതിലേക്ക് ഇറങ്ങിയത്? കാരണം ഇതിനെക്കുറിച്ച് അഞ്ജലിക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. പൊളിറ്റിക്സ് എന്ന് കോളേജിൽ പോലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല, ഫാമിലിയിലും ആരുമില്ല. അപ്പം ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയും കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഒരു മെന്റർ ആയിട്ട് ആരെങ്കിലും അഞ്ജലിക്ക് ഒരു അങ്ങനെ മെന്ററിങ് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ കുറച്ചു പേര് ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്നാണെങ്കിലും സൗഹൃദ വലയങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ ഈ പ്രവർത്തകരിൽ നിന്നാണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മിതമായി സംസാരിക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ അതിന്റെ ആളായതുകൊണ്ട് അതങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളതും. അതുപോലെ ഏറ്റവും രസകരമായ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാന ഹാളുകളിൽ മിക്ക സമയം ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് പോകേണ്ടി വന്നു. അപ്പം മൈക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ, വലിയ നീണ്ടു തുറന്നു കിടക്കുന്ന ഹാളാണ്. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ കേൾക്കുന്ന രീതിയിൽ ഞാൻ ഒച്ചയിൽ സംസാരിക്കും. എന്നെ കൊണ്ട് എത്രത്തോളം ഒച്ചയിൽ സംസാരിക്കാൻ പറ്റും അത്രയും ഒച്ചയിൽ. അപ്പൊ ഭക്ഷണം കഴിച്ച് നിൽക്കുന്ന പിന്നെ എന്നിലേക്ക് ആ ശ്രദ്ധ, അതെന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അത്രയും 500-ൽ പരം ജനങ്ങൾ നിൽക്കുന്ന ഓരോ അന്നദാന ഹാളുകളിലും അത്രയും പേരുടെ ഒരു സ്നേഹം ഒരു സമയത്ത് ഒരേ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്.
ഈ നമ്മൾ ചിലർ പറഞ്ഞ് കേട്ടതാണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നുണ്ട് ഓരോ കാൻഡിഡേറ്റ് പോകുമ്പോഴത്തേക്ക് അനാഥാലയങ്ങളിലേക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഇടയിലേക്കും ഒക്കെ വളരെ അതുപോലെ എല്ലായിടത്തേക്കും നേരിട്ട് അങ്ങ് ചെന്ന് ചോദിക്കുന്നു, പ്രചരണത്തിന് വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ റിയൽ ലൈഫിൽ ഇന്നിപ്പോ ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ് ആരും ഇത്രയ്ക്കൊന്നും പോയി വോട്ട് ചോദിക്കാറില്ല റിയൽ ലൈഫിൽ എന്ന് പറയുന്നു. അവിടെയാണ് അഞ്ജലി നായർ എന്ന് പറയുന്ന അഞ്ജലി ഇതേപോലെ നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ എല്ലായിടത്തും എത്തിപ്പിടിക്കുകയാണ്, എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അഞ്ജലിനെ ട്രോള് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇതൊക്കെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ആണോ അഞ്ജലി ചെയ്യുന്നത്? ആ സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണോ ഇവിടെയൊക്കെ കാണിക്കുന്നത്? സിനിമയിലെ സ്ക്രിപ്റ്റുകൾ കണ്ടു പഴകിയ അഞ്ജലി അതാണോ ഇത്? അത് തന്നെയാണ് ഇതെന്ന് വിചാരിക്കുകയാണോ? എന്താ അഞ്ജലി ഇതിനൊക്കെ ഉത്തരം? മനസ്സിലായി. ഞാൻ എന്താ വെച്ചാൽ ഇപ്പം ഈ വോട്ട് ചോദിച്ച് ഒരു വീട്ടിൽ ഞാൻ പോയ സമയത്ത് അടുത്തുള്ളൊരു വീട്ടിൽ മരണം ഉണ്ടായെന്ന് അറിയുകയും അവിടെ നമുക്ക് മരണം ഉണ്ടാവുമ്പം നമ്മുടെ പ്രോട്ടോക്കോളിൽ നമ്മൾ അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ, ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ പോലും മാക്സിമം എത്താറുണ്ട്. ചില സമയത്ത് എത്താൻ പറ്റാത്തതൊക്കെ അടുത്ത ദിവസം കവർ ചെയ്യാറുണ്ട്. ഇതറിഞ്ഞ സമയത്ത് ഞാൻ അവിടെ പോയപ്പം കുറച്ച് നേരം ഞാൻ അച്ഛനെ നോക്കിയിരുന്ന് തിരിച്ചു നടന്നപ്പം അവിടുത്തെ അവരുടെ മകള് ആ ചേച്ചി എന്നോട് പറഞ്ഞത്, 9-ാം തീയതി ആവാൻ വേണ്ടിയിട്ട് അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു മോൾക്ക് വേണ്ടിയിട്ടൊരു വോട്ട് തരാൻ. അതിവിടെ നിന്നും ചർച്ചയിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് ആ അച്ഛൻ പോയി എന്ന് പറഞ്ഞു. അത്രയും പ്രായമുള്ളൊരു ആ അച്ഛൻ എനിക്ക് വേണ്ടി ദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൊത്തം തൃപ്പൂണിത്തുറ നാട് എനിക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അഭിനയം കൊണ്ട് നടക്കില്ല. ഞാൻ എന്താണോ അത് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മനസ്സുകളിൽ അത്തരം കാര്യങ്ങൾ വരുള്ളൂ. അല്ലാതെ എനിക്ക് ഒരിക്കലും അതിനെ ഒരു രീതിയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കും. എനിക്ക് തന്ന കഥാപാത്രം ഇതെങ്ങനെ ഞാൻ അഭിനയിക്കും ഈശ്വര, പെട്ടും പോയി. സിനിമ അഡ്വാൻസ് വാങ്ങി എനിക്കിത് അഭിനയിക്കാതെ പുറത്ത് ചാടാൻ പറ്റില്ല. എങ്ങനെയും ഞാൻ ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിക്കണം, ആക്ടേഴ്സിൻ്റെ ഹെൽപ്പ് വാങ്ങണം, അറിയാവുന്ന ആക്ടേഴ്സിനെ വിളിച്ചെന്തെങ്കിലും ചോദിക്കണം എന്ന് കരുതി സിനിമയെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ കളിക്കില്ല. കാരണം നമുക്കത് റിട്ടേൺ വരും. ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ കളിയിൽ ഞാൻ ഓൾറെഡി ജയിച്ച് നിൽക്കുകയാണ്. മനസ്സുകൊണ്ട് പ്രസ് റിലീസിൽ എൻ്റെ പേര് വിളിച്ചെങ്കിൽ ഇത്രയേറെ ജനങ്ങളുള്ള സ്ഥലത്ത് അത് എനിക്ക് വന്ന് ആ ലോട്ട് വീഴണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജയം ഉറപ്പിച്ചൊരു കാര്യമാണ്. ഇത്രയും പേരുടെ സ്നേഹം ഒരേ സമയത്ത് 9-ാം തീയതി വരെ കിട്ടുന്ന അവരുടെ കൈക്കുള്ളിലാണ് ഞാൻ. തൃപ്പൂണിത്തുറയുടെ അവിടെ ഞാൻ ജയം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ഇടത്തും വലതും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന ഞാൻ ആ വിജയം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4-ാം തീയതി ആ മത്സരത്തിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഓൾറെഡി ഞാൻ വിജയിച്ച ആ ഒരു മനസ്സിൽ നിറയെ അതാണ്, ആ ഫീലിംഗ് ആണ്. വിജയിച്ചു തന്നെയാണ് കരുതി. ഇനി മറിച്ചാണെങ്കിൽ പോലും ആ റിസൾട്ട് അതെന്റെ വിജയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എതിർ സ്ഥാനാർത്ഥി വിജയിക്കുന്നുണ്ടാവുക. അതും എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം മുൻപരിചയം ഒന്നും ഉള്ള ഒരാളല്ല. നിൽക്കുന്ന സമയത്ത് അഞ്ജലി ലൈഫിൽ വിചാരിക്കാത്ത, അല്ലെങ്കിൽ എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു പ്രൊജക്ട് സിനിമയിൽ നിന്നും വരുന്നു. അതേ സമയം തന്നെ ഇവിടെ MLAക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ, അതും അത്രയും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങേണ്ട ഒരു സമയമാണ്. ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇതേ ചൂസ് ചെയ്യും. പ്രവർത്തനം തന്നെയായിരിക്കും ഉറപ്പായിട്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മറ്റേത് എത്ര വലിയൊരു പ്രൊജക്ട് ആണേ പോലും അത് ഞാൻ മാത്രമേ സന്തോഷിക്കുള്ളൂ. ഇവിടെ ഉറ്റുനോക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്നെ വിശ്വസിച്ച് ജയിപ്പിക്കാൻ നിൽക്കുന്ന. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. അഞ്ജലി പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും നാട്ടുകാരെ സേവിക്കാനായിട്ടും അതിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരാളാണ് ചെറുപ്പം മുതൽ. അത് ഇതിനൊക്കെ എത്രമാത്രം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിലൊരു എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു 35 ലക്ഷം രൂപയോളം ഞാൻ ജനങ്ങൾക്ക് കളഞ്ഞൊരാളാണ്. അത്രത്തോളം ഞാൻ അവരുടെ ഇടയിലേക്ക് ചെന്ന്, കല്യാണം ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആവശ്യമായിക്കോട്ടെ, പ്രസവം ആയിക്കോട്ടെ, ജപ്തി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ 17 വർഷം കൊണ്ട് ഉണ്ടാക്കിയതിൽ പകുതി മുക്കാലും മറ്റുള്ളവർക്ക് വേണ്ടി കളഞ്ഞൊരാളാണ്. കളയാൻ ഇൻ സെൻസ് കളയാൻ അല്ല, ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്.
ഇന്നും ഒരു ചെരുപ്പ് വാങ്ങിയാൽ 500 രൂപ കൂടുതൽ ഞാൻ ആ ചെരുപ്പിലേക്ക് ബില്ല് ഞാൻ ആക്കാൻ ശ്രമിക്കില്ല. ആ 500 രൂപയുടെ ചെരുപ്പ് ഞാൻ ഒരു വർഷം ഇട്ട് നടക്കാൻ പറ്റിയ അത്രയും ഹാപ്പിയാണ് ഞാൻ. ഞാൻ അങ്ങനെ ഒരു ഷോപ്പിങ്ങിന്റെ ആളല്ല. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളായതുകൊണ്ടായിരിക്കാം ആദ്യം പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉത്തരം. ജനങ്ങൾക്ക് പറ്റിയ ഒരാൾ ഞാനാണെന്ന് ദൈവത്തിന് തോന്നിക്കാണും. ഇനി ഇങ്ങനെ തീർച്ചയായിട്ടും. നീ സെർവ് ചെയ്യട്ടെ. ഇത്രയും കാലം സ്വകാര്യതയിൽ നിന്ന് നീ സെർവ് ചെയ്തു, ഇത്രയും ഉണ്ടാക്കി, ഇത്രയും നീ ചെയ്തു. ഇത് നാളെ ഒരു ലോകം അറിയട്ടെ എന്ന് ചിലപ്പോൾ ദൈവത്തിന് തോന്നിക്കാണും. ആ റിട്ടേൺസ് ആണ് ഞാനിപ്പോ വാങ്ങുന്നത്. എനിക്ക് അഞ്ജലിയായിട്ട് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അഞ്ജലിയുടെ സ്വന്തമായിട്ടുള്ള വീട്ടിൽ പോയി അഞ്ജലിക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അഞ്ജലി നേരെ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്നേരം പറഞ്ഞു ഇവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ എൻഗേജ്മെന്റ് കുറച്ചും കൂടെ കൂടുമല്ലോ എന്നും പറഞ്ഞു. പക്ഷെ ആ ഫ്ലാറ്റ് എല്ലാ അർത്ഥത്തിലും ഒരു ഐശ്വര്യം തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും, ആ ഫ്ലാറ്റിൽ തീർച്ചയായിട്ടും, വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിരച്ചിരിക്കാത്ത ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും. അമ്മയിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയ ആ അതെ സ്ഥാനം ഉൾപ്പെടെ. ഉൾപ്പെടെ. അപ്പം അതിനകത്ത് നിന്നാണ് എനിക്കറിയാവുന്നിടത്തോളം അഞ്ജലിക്ക് കുറച്ചെങ്കിലുമൊക്കെ ആ ഒരു ലീഡർഷിപ്പ് ഇതിലേക്ക് അഞ്ജലി വന്നിട്ടുണ്ടാവുക. അപ്പം അതൊരു പക്ഷെ അവിടെ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോ ഏതെങ്കിലും ഒരു തരത്തിൽ ഗുണം ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് എനിക്ക് എല്ലായിടത്തും ഞാനൊരു ഒരു ലീഡർ ബിഹേവിയർ തന്നെയായിരുന്നു. ഇത്രയും സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന് പറഞ്ഞാലും ഉം. ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലും ആ ഫ്ലാറ്റിൽ എല്ലാവരും ലിഫ്റ്റിൽ എപ്പോഴെങ്കിലും കാണുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാർക്കിങ്ങിൽ വെച്ച് കാണുന്നവരോ ആയിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകളുടെ ബർത്ത്ഡേ സമയത്ത് ഞാൻ എല്ലാ ഫ്ലാറ്റിലും കയറി ഇറങ്ങി എല്ലാവരെയും ക്ഷണിക്കുകയും ആ ഒരു സ്നേഹം കൊണ്ട് അവരെല്ലാവരും വരികയും അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പരസ്പരം എത്ര നാളായി കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എത്ര നാളായിരുന്നു, ഒരേ ഫ്ലാറ്റിൽ തന്നെയല്ലേ, അപ്പുറം ഇപ്പുറമല്ലേ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഇവർ പറയുന്നത് അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്ത വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുന്ന അവരുടെ സർക്കിളിൽ നിൽക്കുന്ന രീതിയിൽ താമസിക്കുന്നവരാണ്. പിന്നീട് ഞാൻ ഇറങ്ങി ഓരോ ഫ്ലാറ്റിലെ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആയി, കണക്ട് ചെയ്യിപ്പിച്ച് ഓണം ആഘോഷിച്ചു, വിഷു ആഘോഷിച്ചു, ദീപാവലി ആഘോഷിച്ചു, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിച്ചു. ഇപ്പൊ ആ ഫുൾ ഫ്ലാറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നെയാണ്. ഞാൻ ഒന്നൊരു 10 മിനിറ്റ് മാറിയ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ മുഖം മാറിയത് കണ്ടു കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റിലെ ആളുകളും ചോദിക്കും എന്താണ്, എന്ത് പറ്റി, എവിടെ പോവാണ്, എന്തെങ്കിലും വേണോ, കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റ് വഴി വരുന്നു. ആ ഫുൾ ഫ്ലാറ്റ് ഉണർത്തിയത് ഞാനാണ്. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പുറത്തുള്ളവർ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ ഞാനിത് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമല്ല, ഇത് ചെറുപ്പം മുതലേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഉം. എൻ്റെ അച്ഛന് സ്കിസിയോഫീനിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പം അച്ഛനുള്ളത് ഒരു ക്ലിനിക്കിലാണ്. 10-40 വർഷമായിട്ട് അച്ഛൻ ആ അസുഖത്തിൻ്റെ വിക്റ്റിമാണ്. അപ്പം അത്രത്തോളം ഞാൻ അച്ഛനെ ഞാൻ നോക്കിയിട്ടുണ്ട്. പല കാരണങ്ങളാൽ പല സാഹചര്യങ്ങളാൽ നോക്കാൻ പറ്റാതെ ഉള്ള ടൈമിലൊക്കെ നമ്മൾ പല ക്ലിനിക്കുകളിലാക്കിയിട്ടുമുണ്ട്. ആ ഒരു പുണ്യം കൂടി ഉണ്ടാവും ചിലപ്പം എൻ്റെ ഈ നേട്ടങ്ങൾക്ക് മിക്കവാറും. കാരണം അങ്ങനെ ആരും മക്കൾ അത്രത്തോളം സഫർ ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ മക്കളായതിനു ശേഷം അത്രത്തോളം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു അമ്മ. മൂത്ത മോള് അവള് കുറച്ച് വലിയ കുട്ടിയായി. അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യാൻ കേപ്പബിൾ തീർച്ചയായിട്ടും. ആണ് അവള്. പക്ഷെ ഇളയ ആള് വളരെ ചെറുതാണ്. എനിക്കറിയാലോ അവള് എപ്പോഴും അമ്മ 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 എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയായിട്ട് അഡിക്റ്റഡ് അവൾക്ക് ആണ്. എപ്പോഴും അവൾക്ക് അഞ്ജലിയുടെ പ്രസൻസ് അതെ. വേണം. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടീനെയും സൈഡിൽ അഞ്ജലിയുടെ അമ്മയുണ്ട് കൂടെ എപ്പോഴും, അതും എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും സിനിമ സെറ്റിലൊക്കെ ആണെങ്കിലും അഞ്ജലി ഇപ്പൊ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്നു. അവൾക്ക് അത്ര മിസ്സിങ് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അഞ്ജലി അതും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇന്നിപ്പം രാവിലെ എത്രയോ രാവിലെയാണ് നിങ്ങൾ ഇറങ്ങുന്നത്. 5 മണി 6 മണിക്കൊക്കെ ക്യാമ്പയിനിങ്ങിന് ഇറങ്ങുകയാണ്. രാത്രി ഒരു പക്ഷെ കുഞ്ഞു ഉറങ്ങിയിട്ടായിരിക്കും അഞ്ജലി വീട്ടിൽ ചെല്ലുന്നുണ്ടാവുക. അപ്പൊ കുഞ്ഞ് ഇങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ എങ്ങനെയെങ്കിലും ഓടിയെത്തും അവിടെ. ഓടിയെത്തോ? അപ്പൊ എങ്ങനെ അഞ്ജലി ആ അമ്മയുടെ ആ വികാരം അഞ്ജലി എങ്ങനെയാ അവിടെ കോമ്പൻസേറ്റ് ചെയ്യണേ? ഞാൻ എന്നെ തന്നെ പലപ്പോഴും തൃപ്തിപ്പെടുത്തുകയാണ്. ഞാനൊരു വേലക്കാരിയെ വെച്ചിട്ടില്ല. ഞാനൊരു പ്ലേ സ്കൂളിൽ അവിടെ കൊണ്ട് ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഉം. എൻ്റെ അമ്മയുടെ കൈകളിലാണ് ഉം. സേഫായിട്ട്. അല്ലെങ്കിൽ ആവണി എന്നുള്ളൊരു സെക്കൻഡ് മദറിൻ്റെ കയ്യിലാണ് അവൾ ഉം. എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയാൽ ഞാനൊന്ന് ഓടിച്ചെന്ന് കാണാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് 1 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് വന്നാൽ മതി, ഞാൻ പാർട്ടിക്കാരുണ്ടല്ലോ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയും. ഉം. അങ്ങനെയൊക്കെ ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് എത്തിയില്ലേ, ഇനി ഒരു കൊണ്ടുപോവാണ്. 3-4 ദിവസമല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തോളാം ചെയ്ത് അവളെ. കൊണ്ടുപോവാം. ഓക്കെ. കുട്ടിയും വളരെയല്ലേ? അതെ, അവളും ഇനി അമ്മ ഇതെല്ലാം ഇപ്പൊ തീർച്ചയായിട്ടും അവൾക്കൊരു ട്രെയിനിങ്ങും കൂടെ ആവട്ടെ ആ എന്താ പ്ലേ സ്കൂളിൽ പോകുമ്പോ എന്നുള്ള രീതിയിലാണ്. അവനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് അല്ലേ? അവളപ്പം പുറത്ത് നോക്കുമ്പോ ഫുൾ അമ്മയുടെ പോസ്റ്ററും കാര്യങ്ങളും എല്ലാരും അഞ്ജലി നായരെ വിജയിപ്പിക്കുക.
എന്ത് പറയണോ അവള് ആവണിക്കുട്ടി? ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമേ അറിഞ്ഞപ്പോ അവളിങ്ങനെ അമ്മേ really അത് കാരണം അയ്യോ അവള് ഭയങ്കര അവൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവള് വെക്കേഷൻ ആയിട്ട് അവൾക്ക് അവളുടെ ഒരു സർക്കിളിലേക്ക് ഓടാൻ പറ്റുന്നില്ല, അധികം നേരം കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അവളുടെ ആഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫുൾ ടൈം അവൾ 24 hours വീട്ടിൽ ലോക്കാണ്. കുഞ്ഞുള്ളത് കൊണ്ട് കുഞ്ഞിനെ ഇട്ടിറങ്ങിപ്പോയാൽ കുഞ്ഞ് കരയും, കുഞ്ഞ് കരഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും, എന്തെങ്കിലും അസുഖം വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളും ഇല്ല ആവണിയില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അവൾ കംപ്ലീറ്റ്ലി അവളെ തന്നെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അത് അവളെ കുറച്ച് മാനസികമായിട്ട് അവൾ അലട്ടുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ഒരുപാട് നല്ല നാളേക്ക് വേണ്ടിയിട്ടാവണി, കുറച്ച് ദിവസത്തെ കാര്യമേ ഞാനിതാ 9-ാം തീയതിയോട് കൂടി എൻ്റെ പരിപാടികൾ തീരുകയാണ്. 10-ാം തീയതി അവളുടെ പിറന്നാളാണ്, അത് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു 9-ാം തീയതി പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ 4-ാം തീയതി വീണ്ടും ഉണർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നെ ബിസി ആയിട്ട് ഇതുപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ ഒരു ഉത്തരവുമായിട്ട് അവർക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ട് അഞ്ജലി നായർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഞ്ജലി PV അവിടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. അഞ്ജലിക്ക് ഇത്ര അധികം ഇന്നിപ്പം ഓരോ ഇലക്ഷന്റെ സമയത്തും അഞ്ജലി ഇപ്പോഴും വളരെ ഫ്രഷ് ആണ്. ഇത്രയും ഈസി ആയിട്ട് അഞ്ജലി ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത്. വീട്ടിൽ 2 കുട്ടികളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, അമ്മ ഫുൾ ടൈം അവിടെ ഉണ്ട്. ഏറ്റവും സേഫ് ഹാൻഡിലാണ് അഞ്ജലി ഏൽപ്പിച്ചിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അഞ്ജലിനെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലേ, അവരുടെയും കൂടെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ട്, എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര മെന്റലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്തിലും ഇൻവോൾവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നതും ആ ഒരു തുറന്ന ക്ലാരിറ്റി സ്പേസ് എനിക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പലതിലും സഫോക്കേറ്റഡ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത്ര ഇൻവോൾവ് ആവണമെന്നില്ല, എവിടെയെങ്കിലും ഞാൻ ചിലപ്പം സ്ലിപ്പായി പോയിട്ടുണ്ടാവും. ബട്ട് ഇതുവരേക്കും ഐ എം സേഫ് ഇൻ എവറി വൺസ് ഹാൻഡ്സ് നൗ. ഓക്കെ, എല്ലാ അർത്ഥത്തിലും വളരെ എന്താ പറയാ അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് തൃപ്പൂണിത്തറ തന്നെ കിട്ടുകയും ചെയ്തു. അഞ്ജലിയുടെ നാട്ടിൽ അഞ്ജലിക്ക് ഇതുവരെ ഇതിനു മുമ്പേ വന്നുപോയ സോക്കോൾഡ് കുറെ ആൾക്കാരെല്ലാരും വന്ന് ഭരിച്ചു പോയ സ്ഥലത്ത് മാറ്റങ്ങൾ അധികം വരുത്താൻ പറ്റാത്ത ആ നാട്ടിൽ അഞ്ജലിക്കായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റട്ടെ. 4-ാം തീയതി അഞ്ജലി നായർ അല്ലെങ്കിൽ അഞ്ജലി PV എന്നുള്ള പേര് നമ്മളെല്ലാരും വിജയത്തിന്റെ ഇതായിട്ട് കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു അഞ്ജലി, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.